നമ്മുടെ ഈ വേദിക്ക് മുന്നിലല്ല, എനിക്ക് പിൻഭാഗത്തായി സൈഡിലായിട്ട് കുറച്ച് സുന്ദരി കുട്ടികൾ നിൽപ്പുണ്ട്. നമ്മുടെ തിരുവാതിര ടീം. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഹലോ. ഹലോ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? പാലാ സെന്റ് മേരീസ്. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്. എന്ന് വന്നു എല്ലാവരുമായിട്ട്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല രസമുള്ള കോംബോ ആണ്. ഈ ഒരു പിങ്കും അതുപോലെ തന്നെ ഈ ഒരു സാരിയും അടിപൊളിയായിട്ട്. സാരിയല്ല, ഇത് മറ്റേ സെറ്റമുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞു. നമുക്ക് എ ഗ്രേഡും കിട്ടും. വിധി വന്നിട്ടില്ലല്ലേ? അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് കലോത്സവമാണോ നിങ്ങളുടെ? അല്ല, 3 വർഷമായിട്ട് വന്നോണ്ട്. കോഴിക്കോട് പോയി, കൊല്ലത്ത് പോയി, ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് വരുമ്പോ എങ്ങനെയാണ്? കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോ കൊള്ളാവോ? തിരുവനന്തപുരം അടിപൊളിയാണോ? ആണ്. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് എന്നാ ഒരു പെർഫോമൻസ് ആയാലോ? ആവാം. തുടങ്ങാപ്പോ. ശാംഭവി ചന്ദ്രമോ നൃത്തം ചവിട്ടിടുമ്പോൾ കാനന പൂമര പൊത്തിലിരുന്നു നാം നേരം പുലർത്തിയില്ലേ, കണ്ണാ നേരം പുലർത്തിയില്ലേ. പെമഴ പോലും പൂമഴയായി പരിടി താളമിട്ടു, തകതിമി പരിടി താളമിട്ടു. താപം വെടിഞ്ഞു നാം ഒന്നായിരുന്നതും ഇന്നും ഓർമ്മയില്ലേ സഖേ, ഇന്നും ഓർമ്മയില്ലേ മത്സഖേ, ഇന്നും ഓർമ്മയില്ലേ. നെല്ലിടിച്ചു അവിലാക്കി നല്ല കിഴിയാക്കി ഭവാൻ, തെല്ലുവേഗം നടന്നതും നല്ല നേരമായി. പർത്തലത്തിൽ നിന്ന വിലങ്ങാർത്തിയോടെ കഴിച്ചയ്യ, ആർത്തമോദനായ കൃഷ്ണ കാത്തുരക്ഷിക്കൂ. പത്നിയുടെ വചനമതൊന്നും തന്നെ ഓർത്തതില്ല, പത്മജാക്ഷനാർത്തി തീർത്തു കാത്തിടേണമേ. ഓക്കെ, അപ്പോ അടിപൊളിയായിരുന്നു. ഇപ്പോ നമുക്ക് ഓക്കെ, എത്ര സമയം എടുത്തു ഇതൊന്ന് പഠിച്ചെടുക്കാൻ? കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി. ഓക്കെ, എൻ്റെ മൈക്കുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ ടീം സെലക്ട് ചെയ്തു, പ്രാക്ടീസ് തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മുടെ മനോഹരമായ പെർഫോമൻസ് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകണം. പാപ്പാ ഒളിച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ പാപ്പൻ. എന്താണ് പാപ്പാ? പാപ്പനൊരു ഉത്തരവാദിത്വം ഉണ്ടോ? കുറച്ച് സെലിബ്രിറ്റി ഗസ്റ്റുകൾ വരാൻ പോകുന്നു. എങ്കിലും നമ്മളിത് മറക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് വെടി പൊട്ടിക്കാനുള്ള സമയമാ. ചുറ്റും സുന്ദരി പിള്ളേർ നിൽക്കുവാണ്. അപ്പൊ പൊട്ടിച്ചാലോ? ഉറപ്പായിട്ടും പറഞ്ഞോ. അപ്പൊ നമുക്ക് ഇന്ന് അറിയേണ്ടത് ബെസ്റ്റ് പെർഫോമൻസ് ആരാണ്? ആരാണ് നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ഇന്നത്തെ ദിവസത്തെ ആരാ? പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഒരു സന്തോഷം. ആർക്കെ വെഡിംഗ് മോൾ നൽകുന്ന 10,000 രൂപയുടെ ഗിഫ്റ്റ് വാച്ച് ലഭിച്ചിരിക്കുന്നത് ആർക്കാ? സെന്റ് മേരീസ് പാലാ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെന്റ് മേരീസ് എച്ച്എസ് പാലയുടെ ഒരു വൈബ് കാണിക്കണ്ടേ? കാണിച്ചോ? അപ്പൊ കൊടുക്കാം. പാപ്പ കൊടുത്തോളൂ. ആർക്കെ വെഡിംഗ് മോൾ നൽകുന്ന 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോ അടിപൊളി സന്തോഷം. ഓരോരുത്തർക്കും 1000 വെച്ച് 10 എണ്ണം, അങ്ങനെ 10,000. ഓരോ കുട്ടികൾക്കും 1000 രൂപ വെച്ച് 10,000 രൂപ. സന്തോഷല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ഇത് മാത്രമല്ല, ഇനിയുണ്ട് സമ്മാനം. ഇന്ന് നമ്മുടെ ഈ ഒരു വേദിയിൽ, നമ്മുടെ കലോത്സവ നഗരിയിൽ വന്നാല് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ തലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനം എന്താ? നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ തൊപ്പിയാണ്. അപ്പൊ എല്ലാ മക്കൾക്കും തൊപ്പിയുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ തലയിൽ വെച്ചിരുന്നില്ല, തലയിൽ ഒത്തിരി കിരീടങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഹാപ്പി ആയില്ലേ? എന്തെങ്കിലും വിഷമമുണ്ടോ? പക്ഷേ ഇങ്ങനെ വിടില്ല, ഇനിയും ഉണ്ട് സമ്മാനം. സമ്മാനം കൊണ്ടുപോയാൽ മതി. ഇവിടെ മിൽമ നൽകുന്ന
സമ്മാനം ഓരോ കുട്ടികൾക്കും ഉണ്ട്. ഓക്കേ, ന്യൂസ് മലയാളത്തിന്റെ ഇന്നത്തെ വേദിയിലെ കലകളാരവത്തിൽ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ അവർക്കുള്ള പുരസ്കാരമാണ്, അവർക്കുള്ള സമ്മാനമാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടോക്കൺ ഓഫ് ലവ് നൽകുന്നത് RK വെഡിംഗ് മോളിന്റെ 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറൊപ്പം മിൽമ നൽകുന്ന നമ്മുടെ സമ്മാനം. ഇതിനൊക്കെ പുറമെയാണ് നമ്മുടെ ന്യൂസ് മലയാളത്തിലെ നല്ല അടിപൊളി ഉഗ്രൻ ക്യാപ്പും എല്ലാ കുട്ടികൾക്കും നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ ഒപ്പം ഉണ്ടോ? ഉണ്ട്. അപ്പോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണോ? പോവാ. ഇനി കാണാൻ നിൽക്കുന്നില്ല, തിരുവനന്തപുരം കാണണ്ട, മതിയായോ? ഓക്കെ, അപ്പൊ അടിപൊളിയല്ലേ? ശരി, അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. ഇനി ഇങ്ങനെ നമുക്ക് അടുത്ത കലോത്സവ വേദികളിൽ കാണാൻ പറ്റട്ടെ. ഓക്കെ, ശരി. അപ്പോ ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ കണ്ടു. നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും നിന്നു. പാട്ടും നമ്മുടെ തിരുവാതിര കഴിഞ്ഞു, അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു.